ബുള്ളിയിങ്, അതുപോലെ തന്നെ സ്കൂളിൽ നടക്കുന്ന റൈവലറീസ്, സ്കൂളിലെ കുട്ടികൾക്കിടയിലുള്ള ഫൈറ്റിങ്, അതുപോലെ തന്നെ ഭയങ്കര രോമാഞ്ചം തരുന്ന മൊമെൻറ്റ്സ്, ഈ ഒരു കൈൻഡ് ഓഫ് രീതിക്കുള്ള കൊറിയൻ ഡ്രാമാസോ സിനിമകളോ സീരീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു കിട്ടിലൻ ഐറ്റമാണ് സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാരണം ഒരു കോമിക്കൽ മൂഡിൽ പോകുന്ന ഒരുപാട് ആക്ഷൻ സീക്വൻസസും ഒരുപാട് ഫണ്ണി മൊമെൻറ്റ്സും കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ എൻഗേജ്ഡ് ആക്കി വെക്കുന്ന ഒരു പ്ലോട്ട് ലൈനും ഒക്കെ ഉള്ള ഒരു സീരീസാണ് സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ടിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. പ്ലോട്ട് തുടങ്ങുന്നത് യുങ് ഗാമിൻ എന്ന് പറയുന്ന ഒരു പയ്യനെ വെച്ചുകൊണ്ടാണ്. അതായത് ഇവനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഈ ഒരു എൻ്റയർ ഷോ മുന്നോട്ട് നീങ്ങുന്നത്. നമ്മുടെ പയ്യനെ കണ്ടു കഴിഞ്ഞ ഒരു പഠിപ്പിസ്റ്റ് ലുക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അതിൻ്റെ ഒരു അംശം പോലും അവൻ്റെ ആൻസർ ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാറില്ല. കാരണം അളിയെ നല്ല പോലെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്, നല്ല പോലെ എഫേർട്ട് ഇടാറുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ട് നല്ല മാർക്ക് മേടിക്കുവാൻ സാധിക്കുന്നില്ല. ക്ലാസ്സിലെ ഏറ്റവും വലിയ ഉഴപ്പന്മാരുടെ കൂട്ടത്തിലേക്ക് പോകുന്നു. ക്ലാസ്സിലെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തെ കുട്ടികളുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ യുങ് ഗാമിൻ ചെന്ന് വിടുന്നു. ഇത് ചെറുപ്പം മുതൽക്കേ തന്നെയുള്ള പ്രശ്നമാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ പഠിച്ചു പോയി മാർക്ക് മേടിക്കാൻ പറ്റാതെ വരുന്നൊരു സിറ്റുവേഷനിൽ നമ്മുടെ യുങ് ഗാമിന് ഒരു ഐഡിയ തോന്നുകയാണ്, ഈ സ്കൂളിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരും പഠിപ്പിസ്റ്റുകളാണ്, എനിക്ക് ഇവന്മാരായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉഴപ്പന്മാർ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് പഠിക്കാൻ താല്പര്യമില്ലാതെ ഉഴപ്പി നടക്കുന്ന പിള്ളേർ പഠിക്കുന്ന ഒരു സ്കൂളിൽ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോപ്പറായിട്ട് എനിക്ക് മാറാമല്ലോ. ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നമ്മുടെ നായകൻ ആ ഒരു നാട്ടിലെ ഏറ്റവും കൂടുതൽ ഉഴപ്പന്മാർ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് പോയി ചേരുകയാണ്. അവിടെ ചേർന്ന് നല്ലപോലെ എഫേർട്ടൊക്കെ ഇട്ട് സാറൊക്കെ പറയുന്ന ഈച്ച് ആൻഡ് എവറി വേർഡ് നോട്ട് ചെയ്ത് വെച്ച് നല്ലപോലെ എഫേർട്ട് ഇട്ട് പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വരുമ്പോഴത്തേനും ഒരു മാറ്റവും ഇല്ല. വീണ്ടും ആ ഒരു സെയിം സ്റ്റേജിൽ തന്നെ സെയിം പൊസിഷനിൽ തന്നെ ആ ഒരു ക്ലാസ്സിൽ ഏറ്റവും കുറവ് മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്കിടയിൽ തന്നെ ഇവൻ ആ ഒരു ഉഴപ്പന്മാരുടെ അത്രയും പോലും മാർക്ക് മേടിക്കുക നമ്മുടെ നായകന് സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇനി ഇത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ടിട്ട് ഈവൻ ഈ ഒരു സ്കൂളിൽ വന്ന് പഠിച്ചിട്ട് പോലും എനിക്ക് വലിയ മാറ്റങ്ങളില്ലല്ലോ എന്ന് യുങ് ഗാമിൻ കരുതിയിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ പയ്യന് വേറൊരു ഐഡിയ കിട്ടുന്നത്. ഒരു സ്റ്റഡി ഗ്രൂപ്പ് അങ്ങ് തുടങ്ങാം. അതായത് ഈ ഒരു സീരീസിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ നായകൻ ഒരു സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടി പോകുന്നു. ആ ഒരു സ്കൂളിൽ കുറച്ചെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ കാണുമല്ലോ, അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ചൊരു സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങി നല്ല മാർക്ക് മേടിക്കാനുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ട് പോകുന്ന നമ്മുടെ നായകന് ആക്ച്വലി ഒരു പണി കിട്ടുവാണ്. അതായത് ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടി മാത്രം, അതായത് ഓരോ ക്ലാസ്സിനും ഓരോ റാങ്കിങ് സിസ്റ്റം ഉണ്ടല്ലോ, ഏറ്റവും നന്നായിട്ട് മാർക്ക് മേടിച്ച കുട്ടി, ഏറ്റവും കുറവ് മാർക്ക് മേടിച്ച കുട്ടി എന്നൊക്കെ ഉള്ള ഒരു റാങ്കിങ് സിസ്റ്റം ഉണ്ടല്ലോ. ഇതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും ഏറ്റവും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഒരു റാങ്കിങ് സിസ്റ്റം അവിടെ ഉണ്ട്. അതായത് അവിടുത്തെ ഉഴപ്പന്മാരൊക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇവരുടെ ഫോണിലാണ് ഈ സംഭവം വരുന്നത്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി ഏറ്റവും കൂടുതലും നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്ന ആൾ ക്ലാസ്സിലെ ആ ഒരു ടോപ്പ് പൊസിഷനിൽ വരും. ഏറ്റവും അടി ഉണ്ടാക്കാൻ അറിയാൻ മേലാത്ത കുട്ടികൾ ലോവസ്റ്റ് പൊസിഷനിൽ വരും. അങ്ങനെ ഒരു റാങ്കിങ് സിസ്റ്റം ഉള്ള ഒരു സ്കൂളാണ്. അത്രയ്ക്ക് ഉഴപ്പന്മാരുള്ള കുട്ടികളൊക്കെ തോന്നിവാസം നടന്ന് തോന്നിവാസം സിഗരറ്റൊക്കെ വലിച്ചു പോകുന്ന ഒരു സ്കൂളാണത്. അപ്പം ആ ഒരു സ്കൂളിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങാൻ പോകുന്ന യുങ് ഗാമിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നായകന് പഠിക്കാൻ കഴിവില്ലെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം നല്ല കഴിവുണ്ട്. നല്ലപോലെ മാർഷ്യൽ ആർട്സ് അറിയാം, നല്ലപോലെ ഇടിക്കാൻ അറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു പയ്യൻ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാകാൻ പോകുന്ന സമയത്ത് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസും ഇതിനിടയ്ക്ക് അവൻ ചെയ്ത് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളും അവനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവരും എങ്ങനെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്യാന്നുള്ളത് ബേസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പ് മുൻപോട്ട് നീങ്ങുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു പറഞ്ഞ പ്ലോട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സീരീസ് കണ്ടു നോക്കാം. ഇത് ഭയങ്കര സീരിയസ് മൂഡിൽ പോകുന്ന നമ്മളെ ഭയങ്കര ത്രില്ലടിപ്പിച്ച് അയ്യോ അടുത്ത് എന്ത് സംഭവിക്കും എന്ന് നമ്മളെ പേടിപ്പിച്ച് അങ്ങനെ ഒരു രീതിക്കല്ല പോകുന്നത്. ചില്ലായിട്ട് നമ്മൾ കണ്ടുപോകുന്ന മൊമെൻറ്റ്സിൽ നമുക്ക് ഭയങ്കര എൻ്റർടൈൻഡ് ആയിട്ട് ഫണ്ണി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. അതായത് നമ്മുടെ CID മൂവിയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോമിക്കൽ ഫീലിംഗ് ഉണ്ടല്ലോ, അതായത് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം വെച്ചുകൊണ്ട് ഈവൻ ലോജിക്കൊന്നും ചിന്തിക്കാണ്ട് ടു മച്ച് ജഡ്ജ് ചെയ്യാണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് മേക്കിംഗ് ഉണ്ടല്ലോ, ആ ഒരു സെയിം സംഭവം തന്നെയാണ് ആക്ച്വലി ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ലോജിക്ക് ചിന്തിച്ച് നോക്കാനേ പറ്റത്തില്ല. ലോജിക്ലെസ് ആയിട്ടുള്ള ഒരുപാട് ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്, ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ നമുക്കത് കണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഭയങ്കര ഗംഭീരമാണ്. അതായത് അവർ ഗംഭീരമായിട്ട് അതിനെ മേക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റത്തക്ക രീതിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അതാണ് സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസസ് ഒക്കെ കൊള്ളാം. അതായത് ആ ഒരു കോമിക്കൽ മോഡിൽ അവർ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു വെബ്ടൂണിനെ ഏതാണ്ട് ബേസ് ചെയ്തിട്ട് വന്നതായിരിക്കും. കാരണം ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈനും ഇതിലെ ക്യാരക്ടേഴ്സും മൊത്തത്തിലുള്ള ആ ഒരു സംഭവമൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. സോ എനിക്ക് തോന്നുന്നു വെബ്ടൂൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു സീരീസാണ്. പക്ഷേ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ആനിമി ആയിട്ടൊക്കെ വല്ലതും ഇറങ്ങിയിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പോപ്പുലാരിറ്റി കിട്ടിയേനെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു കേഡ്രാമയായിട്ട് ഇറങ്ങിയതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഇത് കാണാത്തത്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് നൽകിയ
ബിഞ്ചടിച്ച് കാണാൻ താല്പര്യം തോന്നിയ ഒരു സീരീസാണ്. എനിക്കങ്ങനെ റീസെൻ്റ്ലി ബിഞ്ചടിച്ച് കാണാൻ ഒരുപാട് സീരീസുകളോടൊന്നും ഒരു ഇൻട്രസ്റ്റ് വരാറില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സീരീസ് എന്തോ കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നി, പെട്ടെന്ന് കണ്ടു തീർത്തു. ആൻഡ് എനിക്ക് തോന്നുന്നു 10 എപ്പിസോഡോ 8 എപ്പിസോഡോ കണ്ടാണ് നമ്മൾ ഒരുപാട് നാളായി, ഒരു മാസം മുന്നേ കണ്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സീരീസ് ഇതുവരെ കണ്ടിട്ടില്ല, സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്ന കൊറിയൻ ഡ്രാമ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. കെ ഡ്രാമ വാച്ചേഴ്സ് എന്തായാലും ട്രൈ ചെയ്യുക. ബാക്കി ആൾക്കാർ കുറേ പേര് കെ ഡ്രാമാസ് ഒന്നും കാണാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിക്കൊന്ന് കെ ഡ്രാമാസ് കാണാത്ത ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സംഭവം, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് വരുന്ന സാധനമാണ്. ആസ് യൂഷ്വലി കണ്ടുവരുന്നതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. സോ ട്രൈ ചെയ്ത് നോക്കുക.